അപ്പം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇവിടെ നിന്നാണ് വീട് തരാൻ ആർക്കാ കൊടുത്തത്? കൊടുത്തല്ലടാ, ജപ്തി ചെയ്ത് പോയല്ലേ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേക്കണം. അത് ശരി. കുടിക്കും. അപ്പുറം എങ്ങനെ പോയിരുന്നു പഠിച്ചേ? മോനെ അങ്ങനെയൊന്നും ചാച്ചനോട് പറയില്ല കേട്ടോ. ഈ സൈസ് തമാശ പുള്ളിക്കാരന് ചങ്കി കൊള്ള തമാശ ആയിരുന്നു. ഇതിപ്പം പണ്ടായിരുന്നില്ല, 2 കുപ്പി കാണാൻ ഞങ്ങൾ അടിച്ചു തീർത്താണ് ഇപ്പം ഈ സമയം കൊണ്ടല്ല. സുഖമായിട്ട് ഒരു വിഷയമില്ലായിരുന്നു. ഈ പറത്തിൽ മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ഒന്നുമില്ല. അപ്പം പറഞ്ഞതിനകത്തുണ്ടോ ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ളത്? പിന്നെ സത്യം പറയാലോ, ഈ പറഞ്ഞു ഈ തുള്ളിച്ചാരി നടക്കുന്നുള്ളൂ. പാചകടാ പാചകം. ഓ ഞാൻ പാചകം അറിയോ? ഇപ്പം തന്നെ ഇന്നലെ ഇന്നലെ ഇറച്ചിയും കപ്പയും വെച്ചു, കഴിച്ച് നോക്കണം. എന്നാ ടേസ്റ്റാന്നറിയോ? കഴിച്ചല്ലോ. പിന്നെ കഴിച്ചേക്കാം. നീ കഴിച്ചില്ല? ഇല്ല, ഞാൻ കഴിച്ചില്ല. ഇറച്ചിയും കപ്പ എടുത്താ കഴിക്കാൻ വേണ്ടി. അതെ, എല്ലാരും നിങ്ങളെ പോലെ വിചാരിച്ചാ കണ്ടോടത്തുനിന്നൊക്കെ ആരെങ്കിലും പറയുമ്പോ തന്നെ ആരെങ്കിലും വാരി വെച്ച് തിന്നോ? ചേട്ടനെ ഭാര്യയും മക്കളൊക്കെ കാത്തിരിക്കല്ലേ, കണ്ടാ? അല്ല, വേണമെങ്കിൽ തരാട്ടെ, എടുക്കാം. അല്ല, അവരിവിടെ കാത്തിരിക്കുമല്ലേ. അതാണ് അന്തസ്. അതാണ് ഉള്ളിലൊന്നും ഇല്ലാത്തോണ്ട് പറയണ. അതെ, അതാന്ന് പറഞ്ഞു. ഉള്ളിയൊന്നുമില്ല. മതിന്നിങ്ങനെ പൂസാക്കല്ലേ, ബസ്സിൽ കയറി പോവാനുള്ളതാണ്. നീ പൂസാണ്? ഞാൻ പൂസൊന്നുമില്ല. നീ പൂസ അല്ലേ? പിന്നെ അവൾ അത്ര സ്നേഹത്തോടെ കപ്പ കഴിക്കാൻ തന്നപ്പോൾ നീ വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്ക് പണ്ടത്തെ കപ്പാസിറ്റി ഇല്ല. ഇപ്പൊ തന്നെ നീ ആടുവാന്ന് എനിക്ക് തോന്നണം. ഞാനോ? ആ ഓടാവണം. നീ ഒന്ന് നോക്കിയാൽ മതി. നീ എൻ്റെ ആട്ടോണ്ടോ നോട്ടെ. നിൽക്കവിടെ, ആട്ടോണ്ടോ നോക്കട്ടെ. ചെറിയ ആട്ടമുണ്ട്. അത് കാര്യം പോകാനുള്ള പണി നോക്കാം. നിനക്ക് പൈസ ഉണ്ടല്ലേ? പൈസ ഉണ്ട്. പൈസ ഉണ്ടടാ. എടാ, വണ്ടിക്കുള്ള പൈസ ഉണ്ടെന്ന് ചോദിക്കണം. പൈസ ഉണ്ടെന്നേ. പൈസ ഉണ്ടോ? വേണ്ട വേണ്ട, ഇതിൻ്റെ വേണ്ട. നീ എടാ, ഇപ്പം ഞാനിവിടെ കയറി കിടക്കാൻ പോണേ. എനിക്ക് എന്താ പൈസ? ഇത് വെച്ചോ, കയ്യിൽ വെച്ചോ. കൈ പിടിച്ചോ. കൈ പിടിച്ചോ. വാ കൊണ്ടുവിടാം. ഞാൻ പിന്നെ കൊണ്ടുവിടാം. വാ, അവിടെ ബസ്സിൽ കിട്ടു തന്നാ പറയാ. ഞാൻ പിന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ബസ് കയറ്റിട്ട് വരാണ്. നീ കള്ളു കുടിച്ചിട്ടുണ്ട്. വണ്ടിയെ കയറി കഴിഞ്ഞാൽ ആരോട് അക്ഷരം മിണ്ടത്തില്ലെന്ന് പറഞ്ഞു. മണം അടിച്ചാണ്ടല്ലോ അത് പ്രശ്നം. അതോടെ പറഞ്ഞു. എടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ അമ്മായിയുടെ മോളോ ഒരുത്തിണ്ടല്ലോ, ഞാൻ പണ്ട് പുറമാണ്. അവളിപ്പോഴാ? അവൾ അമേരിക്കയിലെ 2 പിള്ളേരുണ്ട്. അമേരിക്കയിലാണല്ലോ എവിടെയാണേലും അവള് പറയണം ഇംഗ്ലീഷ് മീഡിയത്തിലെ പിള്ളേരെ പഠിപ്പിക്കുക. അവളൊന്നും അങ്ങനെ അറിയോ? എനിക്ക് പറ്റിയ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മളിപ്പേ അവളോടൊന്നും പറഞ്ഞിട്ട് പോരായിരുന്നു അല്ലേ? ഞാനൊരു പറഞ്ഞേ, അവള് പാവടാ. അങ്ങനെ പറഞ്ഞോന്നുള്ളൂ. അല്ല, ഞാൻ വന്ന് കണ്ടെത്തുണ്ടല്ലോ, അതിലൊരു തറവാട്ടിൽ പിറന്ന ഒരു കൊച്ചും ഒരു ആൾക്കാരോട് ഇടപെടാനും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന കൊച്ചാ. ഞാൻ പറഞ്ഞ പാവന്ന്. പിന്നെ ഈ എഴുത്തിയാട്ടം കൂടെ അപ്പൊ ആർക്കല്ലാത്ത ഞാൻ ഇപ്പോഴും നിന്നോട് പറയാ, വണ്ടിയെ കയറിയ ഒരു കുഞ്ഞിനോട് മിണ്ടല്. നേരെ സീറ്റിലിരിക്കുക. സീറ്റിലിരുന്നിട്ട്
അങ്ങനെ പോരും അത്രേ ഉള്ളൂ. ഇല്ല ഞാൻ ആരോട് ഒരു മനുഷ്യനോട് മിണ്ടത്തില്ല. എന്തെന്നാ നീ പൂസടാവേ. എടാ ഇനി വരുമ്പോഴേ ഞാൻ സാധനം കൊണ്ട് വരാം. നമുക്ക് കൂടെ ഇപ്പോഴാ ഇപ്പൊ നമ്മളെ ഒന്ന് കുഞ്ഞോടോ ഒന്ന് കുഞ്ഞോ. ഒരു ഞാൻ എന്നാന്നറിയോ പുള്ളിക്കാരിക്ക് ഇത് ഭയങ്കര താല്പര്യക്കുറവാ. എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ നിന്റെ ഭാര്യയുടെ ഈ ഡീസൻസി നീ പറഞ്ഞു കൊടുത്തുണ്ടാക്കിയതാണോ? എടാ അവളുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മളെവിടെ പറഞ്ഞു കൊടുക്കണം? ദൈവം എനിക്ക് വലിയ കാശും പണവും തന്നില്ല. പക്ഷേ ഇവിടെ കിടക്കാച്ചി തമാശ പറഞ്ഞ ഒരു കുഞ്ഞിനെയും നല്ല പാചകം അറിയാവുന്ന ഒരു കുടുംബത്തിൽ തന്നെ അത് പറയാം. ഒന്നും പറയല്ല. ആ പെങ്കൊച്ചിക്ക് ആ വാ തുറന്നുണ്ടല്ലോ അതിൻ്റെ തന്നെ സാധനം ഉണ്ട്. ഞാൻ ഒരു കാര്യത്തിൽ പറയാം. എന്തൊക്കെയാണ് നിനക്ക് എപ്പോ വേണേലും എൻ്റെ വീട്ടിൽ വരെ കരുതേ. വീട്ടിൽ നിനക്ക് എപ്പോഴും പറയാം. ഞാൻ വരും. ഞാൻ ഇനിയും വരും. എടാ നീ മുട്ടി തുറക്കേണ്ട കാര്യമില്ല. ചവിട്ടി പൊളിച്ചോ. നിന്റെ വീടാണ്. എനിക്കറിയാം നമ്മൾ അങ്ങനെയല്ലേ ജീവിച്ചിട്ടുള്ളൂ. നീ എപ്പോ വന്നാലും അവിടെ ഇറച്ചി വെപ്പുണ്ട്. ഒരു വിഷയമില്ല. അപ്പൊ ഞാൻ ബസ്സൊക്കെ കയറുമ്പോൾ മിണ്ടരുത്. ബസ് വന്നിട്ടുണ്ട്. ഒരു കാര്യമില്ല കേട്ടോ. മനസ്സിലായോ? അതിനകത്ത് കൃത്യമായിട്ട് കയറുക, അങ്ങ് പൊക്കോളുക. ആയിക്കോട്ടെ. അവിടെ എത്തിയിട്ട് വിളിക്കണം. വിളിക്കാം. എന്നാലേ നീ അവിടെ എത്തിയിട്ട് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറഞ്ഞാ കേട്ടോ. ഓക്കെ. സമയം കിട്ടുമ്പോ ഇറങ്ങും. വരാടാ. ഓക്കെ പോയിട്ട് വാ കേട്ടോ. ഈ അപ്പ ഇത് എവിടെ കയറി പോയതാന്നേ? അതേന്ന് കയ്യിലുള്ള പൈസ മുഴുവൻ എനിക്ക് തന്നിട്ട് ആ കള്ളൻ അവൻ ഇത് എവിടെ കയറി പോയതാണ്. ഈ അപ്പായും കൊണ്ട് ഞാൻ തോറ്റു.